നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഒരു ശ്രേഷ്ഠമായ ഒരു ദുആ ഞങ്ങളെല്ലാവരും പഠിച്ചറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ചൊന്ന ദുആ. എന്തിനതിര അർത്ഥ? അല്ലാഹുവെ നിന്റെട്ട നാഫിആയ ഇൽമു ചൊന്നെങ്കിൽ ഉപകാരപ്പെടുற ഇൽമു നിന്റെട്ടെന്നാണ് കേൾക്കற. ഉപകാരപ്പെടുற ഇൽമു ചൊന്നെങ്കിൽ ಅದರ ಉದ್ದೇಶ ಎಂದರೆ ನಂಗೆ പഠിച്ച ಇಲ್ಮು ನಂಗೆ ಅದು ಯೂಸ್ ആവണം ചില സന്ദർഭത്തിൽ. അപ്പൊ എന്തിനെ ഉപകാരപ്പെടുற ഇൽമുണ്ട് മനസ്സിലാവണുണ്ടായെങ്കിൽ ഉപകാരപ്പെടാത്ത ഇൽമ ഏതുണ്ട് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആവും. ഞങ്ങൾ എല്ലാവരും പഠിച്ചതായിട്ട് ചില ദിക്റുണ്ടു, ചില ദുആ ഉണ്ടു. ഉദാഹരണക്ക് ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു വന്ന ആൾമാർ ഞങ്ങള പള്ളിക്ക് എൻറ്റർ ആവുമ്പത്തേക്കു ഒരു ദുആ ഞങ്ങൾ പഠിച്ചതാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് ചൊല്ലതായ ദുആ. അതേപോലെ പള്ളിയുടെ പുറത്താവുമ്പത്തേക്കും ഇതേപോലെ സ്വലാത്ത് ചൊന്നിട്ടു അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് ചൊല്ല ദുആ. അതൊരു ഇൽമായിട്ടിക്കർ, ഞങ്ങൾ പഠിച്ച ഇൽമായിട്ടിക്കർ. ആ ഇൽമ ഞങ്ങൾക്ക് യൂസ് ആയിറ, അത് നാഫി ആയ ഇൽമായിട്ടിന്താണ്ട് മനസ്സിലാക്കുക. എന്തിനെ നോക്കിയെങ്കിൽ മയ്യാവും ഇണ്ട് ഞങ്ങൾ എത്ര ആൾമാർ പള്ളിക്ക് എൻറ്റർ ആവുമ്പത്തേക്കും പള്ളിയുടെ പുറത്ത് വരുമ്പത്തേക്കും ഈ ദുആ ചൊന്നുറാണ്ട് നോക്കിയെങ്കിൽ മയ്യാവും. അപ്പൊ ഞങ്ങൾ ചൊന്നുറാണ്ടായെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു നാഫി ആയ യൂസ്ഫുൾ ആയ എനിക്കത്തെ ഒരു ഇൽമായിട്ടിക്കർ. ഞങ്ങൾ അത് ചൊന്നിട്ടില്ലാണ്ടായിരെങ്ക ഞങ്ങൾ പഠിച്ചതായ ഇൽമു ഞങ്ങൾക്ക് യൂസ് ആയിട്ടില്ല. അപ്പൊ നാഫി ആയ ഇൽമു ചൊന്നെങ്കിൽ എന്തേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് യൂസ് ആവാം. അപ്പൊ അതേപോലെ ആയിട്ടിക്കർ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഒരു ഷഅബാൻ തിങ്കളിലായിട്ടിക്കർ. അപ്പൊ ഇതേപോലെ ഇസ്ലാമില് ഓരോ സമയ ഓരോ ടൈമും ഓരോ നാളും അതേപോലെ ഓരോ പ്രത്യേകമായ ഒരു ജാഗകളിലെത്തുമ്പോ അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കണായ പാലിക്കണായ ചമ്മ വിഷയമുണ്ട്. അത് ഇൽമായിട്ടിക്കർ. അപ്പൊ ആ ഇൽമ ഞങ്ങൾ പഠിக்கிறதுக்கு അത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുക ഇട്ടിക്കർ. റമദാൻ തിങ്കൾ ബന്ത് റമദാൻ തിങ്കൾ എന്തെല്ലാം ആക്കണം ഞങ്ങൾ പഠിച്ച അത് ഉപകാരപ്പെടണുണ്ടായെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കണം. അപ്പൊ ഈ ഷഅബാൻ തിങ്കളുമായി ബന്ധപ്പെട്ട് നോക്കൊരു സഹോദരന്മാരെ ഈ രൂപത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണായെങ്കത്തെ ഞങ്ങൾ ജാഗ്രത ആക്കണായെങ്കത്തെ ചമ്മ വിഷയ ഈ ഷഅബാൻ തിങ്കളിലുണ്ട്. അതുകൊണ്ടായിട്ടിക്കർ ഈ ഒരു വിഷയത്തെ ഉണ്ട് നിങ്ങളെ മുന്നല്ലോ പ്രസ്താപ്പാക്കുക ഉദ്ദേശിച്ചത്. പഠിക്കുകയും മനസ്സിലാക്കുകയും നിങ്ങളെ ജീവനത്തുകു കൊമ്പറകും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഷഅബാൻ തിങ്കളായിത്തുണ്ടായെങ്കിൽ യാര നോമ്പെടുത്തോ ഇൻത്ത് ചൊന്തു നമുക്ക് ഹദീസിൽ കാണുക സാധ്യം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാള് നബി തങ്ങ യാര നോമ്പെടുക്കുന്നത് കണ്ടപ്പോ ഒരു നാൾ നബിട്ടെ കേട്ടിട്ട് യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. അല്ലാഹുവിന്റെ റസൂലെ, ശഅബാൻ തിങ്കളിൽ നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ വേറെ ഒരു തിങ്കളിലും നോമ്പെടുക്കരുത് എന്നാണ് കാണില്ലല്ലേ? അഥവാ റമദാനില് ഫുള്ള് നോമ്പെടുക്കരുത്, റമദാന്റെ ആട്ടി തെല്ലുകൊറോടി അല്ലെങ്കിൽ റമദാന്റെ എടുக்கிற പോലെയല്ല സുന്നത്തായ നോമ്പ് നിങ്ങ ഷഅബാൻ തിങ്കളിൽ ചമ്മെടുത്തോ ഉള്ളാറല്ലേ? എന്തിനാ അതുക്കുള്ള കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു ദാലിക ഷഹർ, ആ തിങ്കളുടെ പ്രത്യേകത എന്തേ? അതൊരു തിങ്കളായിട്ടിക്കര് യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമദാൻ. റജബ് തിങ്കൾ നമുക്ക് ഗോന്തുണ്ട്. റജബ് തിങ്കൾ അഷ്ഹുറുൽ ഹുറും അഥവാ പവിത്രമായ തിങ്കളായിട്ടിക്കർ, യുദ്ധ ഹറാമായ തിങ്കളായിട്ടിക്കർ. അപ്പൊ അതൊക്കെ പ്രാധാന്യത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷഅബാനിൽ പിന്നെ വേണ്ടത് റമദാനായിട്ടിക്കർ. റമദാനുക്ക് ചമ്മ പ്രാധാന്യത്തുണ്ട്. അപ്പൊ ഈ റമദാനിറയും റജബിറയും ഇടല് ഈ ഷഅബാൻ തിങ്കളിൽ ആൾമാർ എന്താ ഊറാറ്? തെല്ല് അശ്രദ്ധമാവുറാറ്. അങ്ങനെ ഈ ഷഅബാൻ തിങ്കളിൽ പാലിക്കണായ വിഷയെല്ലാം മറന്നു പോണ്ടാറ്. അല്ലെങ്കിൽ ഷഅബാൻ തിങ്കളിൽ ആൾമാർ എന്താ ഊറാറ്? അശ്രദ്ധമാവുറാറ്. ചിലപ്പോ റജബ് തിങ്കളിൽ പിന്നെ പവിത്രമായ തിങ്കളായ സബുലു ആ തിങ്കളിൽ ആക്കുക തീര അല്ലെങ്കിൽ ആ തിങ്കളിൽ ജാഗ്രത ആക്കണ എല്ലാ വിഷയം ശ്രദ്ധിക്കാറ്. റമദാൻ തിങ്കൾ ഇനി ബറോക്ക് പോണ്ട റമദാനിലും ശ്രദ്ധിക്കാറ്. അതിന് ഇടയിലുള്ള ഷഅബാൻ എന്തിനാവുറാറ്? അങ്ങ് മറന്നു പോണ്ടാറ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അതുകൊണ്ടായിട്ടിക്കർ നാൻ ഈ തിങ്കളിൽ യാര നോമ്പെടുത്തോ ഇന്നേ ചൊന്തു ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്തണ്ട്. അപ്പൊ ഇവിടെ രണ്ട് വിഷയം ഞങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സഹോദരന്മാരെ, എല്ലാ സന്ദർഭത്തിലും
ആൽമാറ് ദീനിൽ നിന്നിട്ട ഇബാദത്തിൽ നിന്നിട്ട വിട്ടുകൊണ്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആൽമാറ് ഇബാദത്താക്കാത്ത ടൈമിൽ ഞങ്ങൾ ഇബാദത്താക്കരേക്ക് എന്തുണ്ട് ഇസ്ലാമിൽ എപ്പോഴും പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തല്ലേ നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കുക സാധ്യ അവരെ കൊറേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു. അതിൽ 3 വിഷയം. മൂന്നാമത്തെ നബി തങ്ങൾ ചൊന്നത് സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം. സ്വല്ലൂ ബില്ലൈൽ അങ്ങ് ജാവു നിസ്കരിക്കാറ് എപ്പ വന്നാസു നിയാം ആൽമാർ വറിഞ്ഞു വയ്ക്കും അങ്ങെന്താക്കാറ് നിസ്കരിക്കാറുണ്ട്. അതേപോലെ ഇതിക്ക് മുന്നുള്ള ഒരു ഹദീസ് ഞങ്ങൾ പ്രസ്താപ്പാക്കുന്ന ഫിത്നത്തെ സന്ദർഭ ആൽമാർ നിസ്കാരവും ദീനും അതേപോലെ ദീനിയായ വിഷയം ശ്രദ്ധിക്കാത്ത ഒരു സന്ദർഭത്തിൽ അണ്ടത്തെ കാലത്തിൽ ഇബാദത്തെടുക്കുന്ന ഒരാൾക്ക് 50 സ്വഹാബിമാരെ കൂലി ഉണ്ടോ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. 50 സ്വഹാബിമാരെ കൂലി. അപ്പൊ അതല്ല ആൽമാർ അശ്രദ്ധമായിട്ട് ആൽമാർ ഇബാദത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത അള്ളാഹുരുടെ വിഷയത്തിൽ ആലോചനാക്കാത്ത സമയത്തിൽ ഇബാദത്താക്കുന്ന ആൽമാർക്ക് എന്തുണ്ട് ഇസ്ലാമിന്റെ ഒരു പ്രാധാന്യത്തുണ്ട്. രണ്ടാമത്തേത് അത് പ്രത്യേകമായിട്ടും ഷഅബാൻ തിങ്കൾ ഈ രൂപത്തിലായ സവലു ആ ഷഅബാൻ തിങ്കൾ ഞങ്ങൾ നോമ്പെടുക്കുമ്പോഴത്തേക്കു അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാരണ ചൊന്തു. അഥവാ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കേട്ട് നബിയ നിങ്ങൾ ഷഅബാൻ തിങ്കളിൽ യാരെ നോമ്പെടുക്കുക കാരണം എന്തേട്ട്. ഒന്നാമത്തെ കാരണം ഇത്. രണ്ടാമത്തെ കാരണം നബി തങ്ങൾ ചൊന്തു വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ തിങ്ങളുടെ പ്രത്യേകത എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട ഞങ്ങളെ അമൽ അള്ളാഹുരെ മുട്ട കൊണ്ടുപോണ്ടെങ്കത്തെ തിങ്കളായിട്ടിക്കറ് ഷഅബാൻ തിങ്കള് അള്ളാഹുരെ മുട്ടത്തേക്ക് ഞങ്ങളെ അമൽറെ കൊണ്ടുപോകേണ്ടതായ തിങ്കളായിട്ടിക്കറ്. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ അമൽ ആക്കിയ സത്തുകെ അത് അള്ളാഹു എന്താക്കൊണ്ടില്ല അള്ളാഹു സ്വീകരിക്കൊണ്ടില്ല. ഒരാളൊരു അമലാക്കറെ അപ്പമേ അത് അള്ളാഹു സ്വീകരിക്കറെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഞങ്ങൾ ആക്കറതായ അമൽ അള്ളാഹു ചില ടൈം നിശ്ചയിച്ചറ. അത് ഒരു വർഷത്തിൽ ഒരു ടൈം അള്ളാഹു നിശ്ചയിച്ചറ, ഒരു തിങ്കളിൽ ഒരു ടൈം നിശ്ചയിച്ചറ, ഒരു വാരത്തിൽ ഒരു ടൈം നിശ്ചയിച്ചറ. ഓരോ നാളിലും അള്ളാഹു എന്താക്കിറ ഞങ്ങളുടെ അമലറെ വൈത്തുകൊല്ലെങ്കത്തെ അല്ലെങ്കിൽ അള്ളാഹുരെ മുട്ട കൊണ്ടുപോകണമെങ്കിലെങ്കത്തെ ടൈമർ അള്ളാഹു നിശ്ചയിച്ചറ. അത് ഞങ്ങൾ ജാഗ്രത ആക്കണ ഇതേറ്റിക്കർ. ഓരോ നാളിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു യതആകബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നിങ്ങളെ മുട്ട സൊബൈഗും ജാവുകും കൊറേ മലക്കിറങ്ങ ഇങ്ങനെ ബന്ന് പോയോണ്ടിക്കറാറ്. അഥവാ സൊബൈഗ് കൊറേ മലക്കിറങ്ങ ബണ്ടാറ് അങ്ങ് അസർക്ക് പോണ്ടാറ്, പിന്നെ ജാവത്തെ മലക്കിറങ്ങ ബണ്ടാർ അങ്ങ് വന്നിട്ട് പിറ്റാണ്ട് സൊബൈയാവുമ്പോ പോണ്ടാറ്. അങ്ങനെ മലക്കിറങ്ങ എന്താക്കിക്കറാറ് ബന്നോണ്ടും പോയോണ്ടിക്കറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസലാത്തിൽ അസ്ർ. ഈ മലക്കിറങ്ങ ജണ്ടാലും ഒട്ടികൈക്കറാരപ്പ സ്വലാത്തുൽ ഫജ്റുകും സ്വലാത്തുൽ അസ്ർ അഥവാ സുബൈ നിസ്കാരത്തുക്കും അസ്ർ നിസ്കാരത്തുക്കും. അഥവാ ജാവ് ബന്ന മലക്കിറങ്ങ പോണ്ട സുബൈ നിസ്കാര കല്യൽ പിന്നെ ആ സുബൈ നിസ്കാരത്തേക്ക് പോല് ബണ്ട മലക്കിറങ്ങ എന്താക്കാറ് എത്തുറാറുണ്ട്. അപ്പൊ ഈ 2 ടൈമിലും ഈ മലക്കിറങ്ങിക്കറാർ. പിന്നെ നോക്കൂ സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും. സുബൈഗ് ഇന്ന ജാവ് ഇന്ന ആൽമാർ സുബൈഗ് അല്ലാഹുര മുട്ട പോണ്ടാർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലങ്ങളുടെ കേക്കറ ഫയസ്അലുഹും റബ്ബുഹും അങ്ങനെ റബ്ബ് ഈ മലക്കരങ്ങളുടെ കേക്കറ കൈഫ തറക്തും ഇബാദി നിങ്ങൾ വരുമ്പോ നന്റെ അടിമമാരെ എന്തിനാക്കിയോ ഇന്നാറ്. അഥവാ നിങ്ങ എങ്ങനെ നന്റെ അടിമമാരെ വിട്ടു വന്നിടാറുണ്ട്. അതിനർത്ഥ നിങ്ങൾ വരുമ്പോ എന്റെ അടിമമാരെ എന്തിനാക്കിയോ ഇന്നാറ്. അപ്പൊ അങ്ങ് ചൊല്ലാറ് ഫയഖൂലൂന തറക്നാഹും വയുസല്ലൂ വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഈ സുബൈഗ് പോയ മലക്കരങ്ങ ചൊല്ലാറ് അല്ലാഹുവേ ഞങ്ങ വരുമ്പത്തുക്കും അങ്ങ് നിസ്കരിച്ചോ ഇന്നാറ്, ഇന്നലെ ഞങ്ങ പോകുമ്പത്തുക്കും അങ്ങ് നിസ്കരിച്ചോ ഇന്നാറ്. അഥവാ ഞങ്ങ വരുമ്പോ അങ്ങ് സുബൈ നിസ്കരിച്ചോ ഇന്നാറ്, ഇന്നലെ ഞങ്ങ പോകുമ്പോ അങ്ങ് അസർ നിസ്കരിച്ചോ ഇന്നാറ്. അതുകൊണ്ട് എട്ടിക്കൽ ഇസ്ലാമിലും ഫജ്ർ നിസ്കാരത്തുക്കും അസർ നിസ്കാരത്തുക്കും യാറ പ്രാധാന്യത്തില്ല. അത് എങ്ങനെ നിസ്കരിക്കരെങ്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കരം കേട്ടിക്കറ് ഈ പ്രാധാന്യത്തുള്ളത്. അപ്പൊ ഞങ്ങൾ ഗൗരവത്തിൽ അപ്പൊ ഓരോ നാളിലും എന്താക്കറ് ഞങ്ങളെ അമൽ അള്ളാഹുര മുട്ട മലക്കറങ്ങ് കൊണ്ടുപോയി കൊടുക്കാർ, അല്ലെങ്കിൽ അള്ളാഹുര മുട്ട അങ്ങ് കൊടുക്കാർ. ആലോചനാക്കണം ഇന്നത്തെ ഫജ്ർ നിസ്കാര അല്ലെ ഇന്നലെ രജയിത്ത് ജാവുന്നങ്ങ ചമ്മ ലേറ്റായിട്ട് ഉറങ്ങിട്ടിക്കുക. ഇണ്ടത്തെ ഫജ്ർ നിസ്കാരത്തിൽ പിന്നെ മലക്കറങ്ങ അള്ളാഹു സുബ്ഹാനഹു വ തആല മുട്ട പോയിട്ട് അള്ളാഹു അങ്ങ് നിസ്കരിച്ചോ ഇന്നാറ് ചൊല്ലുടെ കൂട്ടത്തിൽ നാണും നിങ്ങൾ ഉള്ളമാ. ഞങ്ങൾ ആലോചനാക്കി നോക്കും. ഞങ്ങളെ പേരിക്കുക അല്ലെങ്കിൽ ഇന്നലത്തെ അസർ നിസ്കാരത്തിൽ പിന്നെ മലക്കറങ്ങ അള്ളാഹുര മുട്ട പോയിട്ട് ചൊന്നാറുണ്ട് സുബൈഗ് ഇന്നലെ അസർ നിസ്കാരത്തേക്ക് അങ്ങ് നിസ്കരിച്ചോ ഇന്നാറുണ്ട്. ഇന്നലെ അസറിന്റെ ജമാഅത്തിൽ ഞങ്ങൾ ഇന്നമ സഹോദരന്മാരെ
അപ്പൊ ഓരോ നാളിലും ഞങ്ങളെ ഇബാദത്ത് അള്ളാഹുര മുട്ട കൊണ്ടുപോണ്ടു. ഇനി ഓരോ വാരത്തിലും അള്ളാഹുര മുട്ട കൊണ്ടുപോകേണ്ട നാളുണ്ട്. ഇത് എല്ലാ നാളിലും ഉള്ളത്. ഇനി ഒരു വാരത്തിൽ ചില നാൾ അള്ളാഹു നിശ്ചയിച്ചത്. അതെപ്പ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്തു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. തുഅറദുൽ അഅമാൽ, നിങ്ങളെ അമലരെ അള്ളാഹുര മുട്ട പ്രദർശിപ്പിക്കപ്പെടും, അള്ളാഹുര മുട്ട പ്രസന്റ് ആക്കുறார் മലക്കരങ്ങ. എപ്പ? യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ച രണ്ടും വ്യാഴാഴ്ച രണ്ടും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങളെ അമൽ എന്താക്കപ്പെടും? അള്ളാഹുര മുട്ട പ്രസന്റ് ആക്കപ്പെടും. നബി തങ്ങ ചൊന്തു ഫഉഹിബ്ബു അൻ യുറദ അമലി വഅന സായിം, നന്റെ അമൽ അള്ളാഹുര മുട്ട പ്രസന്റ് ആക്കുമ്പത്തുകു ನಾನು നോമ്പെടുത്തിട്ടിക്കു ನಾನು ആഗ്രഹിக்கிறேன். അതുകൊണ്ടായിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുകു യാര ശ്രേഷ്ഠത്തെ ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടത്. തിങ്കളാഴ്ച നോമ്പുകു ಬೇರೆയും പ്രാധാന്യത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തനാൾ ഇട്ടിക്കർ അങ്ങനത്തെ ഒരു പ്രാധാന്യത്തുണ്ട്. ಅದರೊಟ್ಟಿಗೆ ಈ ഒരു പ്രാധാന്യത ഈ എല്ലാ വാരവും ഉള്ളതായിട്ടിക്കർ. ഇനി എല്ലാ വർഷത്തിലും ഉള്ളതായിട്ടിക്കർ ഏത്? ഈ ഷഅബാൻ തിങ്കൾ. എല്ലാ വർഷത്തിലും ഷഅബാൻ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതുപോലെ وهو شهر ترفع فيه الأعمال إلى رب العالمين. അല്ലാഹുര മുട്ടത്തുക്ക് ഞങ്ങളെ അമലരെ അല്ലാഹുര മുട്ട പ്രസന്റ് ആക്കറെങ്കത്തെ അല്ലെങ്കിൽ അല്ലാഹുര മുട്ട മലക്കരങ്ങ കൊണ്ടുപോകണ്ടെങ്കത്തെ ഒരു തിങ്കളായിട്ട് ഷഅബാൻ തിങ്കൾ. അപ്പൊ ഞങ്ങ അശ്രദ്ധമായിട്ട് കലയെ പിന്നെ വേസ്റ്റ് ആക്കുകൂലെങ്കത്തെ, അശ്രദ്ധമായിട്ട് സ്പെൻഡ് ആക്കുകൂലെങ്കത്തെ ഒരു തിങ്കളല്ല. ಭಾರಿ ಜಾಗೃತ ಬೇಣು ಈ ತಿಂಗಳು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂದಂತೆ ಗೊತ್ತುಂಡ, ಈ ತಿಂಗಳು ಅಲ್ಲಾಹುರ ಮುಟ್ಟ ಅಮಲು ಬೋಂಡಲ್ಲೇ. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, അതുകൊണ്ടിട്ട് അല്ലാഹു നന്റെ അമലരെ മലക്കരങ്ങ കൊണ്ടുപോകുമ്പത്തുകു ನಾನು നോമ്പെടുത്തിട്ടിക്കോകു ನಾನು ആഗ്രഹിக்கிறேன். അത് ഏത് നാളുണ്ട് ಗೊತ್ತಿಲ್ಲ. ഷഅബാൻ തിങ്കളിൽ ഏതാ ഒരു നാളിലായിട്ടിക്കറ്. ആ ഷഅബാൻ തിങ്കളിൽ നന്റെ അമലരെ അല്ലാഹുര മുട്ട കൊണ്ടുപോകുമ്പോ നക്ക് നോമ്പിക്കണോ ചൊന്തോ ആഗ്രഹ നക്കുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ തിങ്കളിൽ എടുത്ത നോമ്പര വിഷയത്തിൽ സ്വഹാബിമാരും നബിരെ പെഞ്ഞായിമാരും ചൊല്ലെ ചില ഹദീസ് നിങ്ങൾ നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചില നാൾ തിങ്കൾ നോമ്പെടുത്തോ എങ്ങനെ? ഹത്താ നഖൂല ലാ യുഫ്തിർ, നങ്ങ ചൊന്നോ ഇന്ന നബി നോമ്പെടുക്കർ എല്ലാ നാളിലും നോമ്പെടുത്തോണ്ട്. അപ്പൊ നങ്ങ ചൊന്നോ ഇന്ന് നബി തങ്ങ എല്ലാ നാളിലും നോമ്പിലെ ഉണ്ടല്ലേ, നോമ്പ് വിട്ടോ ഇല്ലല്ലേ നബി തങ്ങ. അപ്പൊ അതിന്റെ അർത്ഥം ചില സ്വഹാബിമാർ ചൊന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിസാൽ അള്ളാഹു അനുവദിച്ചു. വിസാൽ ചൊന്നെങ്കിൽ നോമ്പ് തുറക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 3, 4, 5 നാൾ നോമ്പെടുക്കറ്. അത് നബിക്ക് മാത്രം അനുവാദം ഉള്ളത്, വേറെ ആർക്കും എന്തില്ല, ಅದಕ್ಕೆ അനുവാദം ഇല്ല. ചില സ്വഹാബിമാർ ചൊന്നാർ ഈ നോമ്പര വിഷയത്തിലായിട്ട് ആയിഷ ബീബി ചൊന്നത്. ചില സ്വഹാബിമാർ ചൊന്നാർ അങ്ങനെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിച്ചെങ്കും നോമ്പ് പിടിച്ചില്ലെങ്കും അവത്ത് തിന്നകന്തുമില്ല. അപ്പൊ അത്താലത്തേക്ക് എന്തെങ്കിലും തിന്നണല്ലേ, അത്താലത്തേക്ക് തിന്നകന്തില്ല. അണ്ടത്തെ നാൾ നോമ്പായിട്ട് അണ്ട് നോമ്പ് തുറക്കുക എന്തെങ്കുണ്ട, നോമ്പ് തുറക്കുകയും എന്തില്ല, എന്തെങ്കിലും ഇന്നെങ്കിൽ തിന്ന് തല്ലെങ്കില്ല. അപ്പൊ എന്തായിട്ട് അതൊരു കണ്ടിന്യൂസ് നോമ്പ് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീബി ചൊല്ലേ നബി തങ്ങ ചില നാൾ നോമ്പെടുത്തു ഞങ്ങൾ വിചാരിച്ചു നബി എന്റെ നോമ്പ് ബുഡ്രയില്ലല്ലേ. വയുഫ്തിറു ഹത്താ നഖൂല ലാ യസും, ചില തിങ്കളിൽ നബി തങ്ങ നോമ്പ് എടുത്തോണ്ടേ ഇല്ല. അപ്പൊ ഞങ്ങൾ ചൊന്നോ നബി നോമ്പേ എടുക്കില്ലല്ലേ, സുന്നത്തായ നോമ്പേ എടുക്കില്ല നബി, ഇത് ഞങ്ങൾ ചൊന്നോ ഇന്ന് ആയെങ്കിലാ وما رأيت رسول الله صلى الله عليه وسلم استكمل صيام شهر قط إلا رمضان. ആയിഷ ബീബി ചൊല്ലേ ആയെങ്കിലാ നബി തങ്ങ ഫുള്ള് നോമ്പെടുത്തത് ഒരു തിങ്കൾ, അത് റമദാൻ തിങ്കളായിട്ടിക്കറ്. وما رأيته في شهر أكثر منه صياما في شعبان. ആ റമദാൻ കല്യെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാറത്തിൽ നോമ്പെടുത്തോ ഇന്നത് ഷഅബാൻ തിങ്കളായിട്ടിക്കറ്. അപ്പൊ ഷഅബാൻ തിങ്കൾ റമദാൻ തിങ്കൾ കല്യെങ്കിൽ ഷഅബാൻ തിങ്കളിൽ നബി യാറ നോമ്പെടുത്തോ ഇന്ന് ചൊല്ലത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ യാറ നോമ്പെടുക്കണോ എനിക്ക് ഒരു തിങ്കളായിട്ടിക്കറ് ഷഅബാൻ തിങ്കൾ ചൊല്ലത്. ഈ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ചൊല്ലാറ് അങ്ങനെ ഈ ഷഅബാൻ തിങ്കളിൽ പ്രത്യേകമായിട്ട് നോമ്പെടുക്കുന്നത് സുന്നത്തുണ്ടു ചൊന്ത് ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ചില പണ്ഡിതന്മാർ ചൊല്ലത് കാണാൻ സാധ്യം. എവിടത്തോളം ഗൊത്തുണ്ട് ചില സ്വഹാബിമാർ ആയിഷ റളിയല്ലാഹു അൻഹമെ പിന്നൊരു ഹദീസിൽ ചൊന്തു നബി തങ്ങ ഷഅബാൻ കുല്ലഹു ഫുള്ള് നബി തങ്ങ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തര നബി തങ്ങ ഫുള്ള് നോമ്പെടുത്തെങ്കിൽ പിന്നെ റമദാനും ഷഅബാനും ഡിഫറൻസ് ഇല്ലല്ലേ. അപ്പൊ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്ത കുല്ലി എല്ലാ നോമ്പെടുത്ത് ചൊന്തതര ഉദ്ദേശം എന്തരെ അതരെ ഉദ്ദേശ ചൊല്ലത് യാറത്തിലും ഷഅബാൻ യാറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ടായിട്ടിക്കറ് അതരെ ഉദ്ദേശ ചൊന്തു ಬೇರೆ ചെമ്മ ഹദീസരെ ഉദ്ദേശിച്ചിട്ട് നമുക്ക് കാണുക സാധ്യത. അപ്പൊ സഹോദരന്മാരെ ഷഅബാൻ തിങ്കൾ ചൊല്ലത് യാറ നോമ്പെടുക്കണ എങ്കത്തെ ഒരു തിങ്കളായിട്ടിക്കറ്.
രണ്ടാമത്തെ വിഷയ ഷഅബാൻ തിങ്കൾ ചൊല്ലത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു ഷഅബാൻ തിങ്കൾ ചൊല്ലത്, അതേപോലെ ഷവ്വാൽ തിങ്കൾ ചൊല്ലത്. എല്ലാ ഫർള് നിസ്കാരത്തിക്ക് മുന്നലും പിന്നെയും എന്തുണ്ട്? സുന്നത്ത് നിസ്കാരമുണ്ട് അല്ലെ. അപ്പൊ ലുഹുറുക്ക് മുന്നലും സുന്നത്തുണ്ട്, പിന്നെ സുന്നത്തുണ്ട്. അപ്പൊ ലുഹുറിന്റെ മുന്നലിന്റെ സുന്നത്തിന്റെ ഉദ്ദേശം എന്തേ? ആ ഫർള് നിസ്കാരത്തിക്ക് വേണ്ടിയിട്ടുള്ള എനിക്ക് ഒരു പ്രിപ്പറേഷൻ എത്തിക്കരുത്. പിന്നത്തെ സുന്നത്ത് നിസ്കാരത്തെ ഉദ്ദേശം എന്തേ? ഈ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും കൊറത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ആ കൊറത്തരെ ഫില്ലാക്കുള്ളതായിട്ട് പിന്നത്തെ ജനറക്കാത്ത സുന്നത്ത് നിസ്കാരം. അപ്പൊ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു ഷഅബാൻ തിങ്കൾ അതുപോലെ ഇട്ടിക്കിറിട്ട്. അഥവാ ഷഅബാൻ തിങ്കൾ ചൊല്ലത് ഫർള് നിസ്കാരത്തിക്ക് മുന്നുള്ള നിങ്ങൾ നിസ്കരിക്കുന്ന ജണ്ടറക്കാത്ത് സുന്നത്ത് പോലെ റമളാനുകുള്ളെങ്കത്തെ ഒരു പ്രിപ്പറേഷൻ ആയിട്ടിക്കറി ഷഅബാൻ തിങ്കൾ ചൊന്തു ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിങ്കത്തെ ഒരു വലിയ ആലിം അയാൾ ചൊല്ലൊരു പല കയാൾ ചൊല്ലു ഷഅബാൻ തിങ്കൾ ചൊല്ലത് അത് കൽ മുഖദ്ദിമത്തിൽ റമളാൻ, അത് റമളാനുക്ക് മുന്നുള്ള ഒരു പ്രിഫേസ് പോലെ ആയിട്ടിക്കറ്, അഥവാ റമളാനുക്ക് പ്രിപ്പയർ ആവുകയുള്ള ഒരു ടൈം ആയിട്ടിക്കറ്. അതുകൊണ്ടിട്ട് ശുരിഅ ഫീഹി മാ യുശ്റഉ ഫീ റമളാൻ, റമളാനിൽ എന്തെല്ലാം ഷറആക്കപ്പെട്ട അതെല്ലാം നിങ്ങൾക്ക് ഷഅബാനിലും എന്തിനാക്കപ്പെട്ടിട്ട് ഷറആക്കപ്പെട്ടത്. അഥവാ ഷഅബാനിലും നിങ്ങൾ റമളാനിൽ ശ്രദ്ധിക്കണായ വിഷയം എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. 2-3 കാരണമുണ്ട്. ഒന്നാമത്തേത് ഒർക്കല് റമളാൻ തിങ്കളിൽ എല്ലാ നാളും ഒന്നര പിടിച്ചിട്ട് കണ്ടിന്യൂസ് നോമ്പെടുക്കരുത്. ചിലപ്പോൾ ചില ആൾമാർക്ക് ഫിസിക്കലി ഭംഗിക്കും. അപ്പൊ ഈ ഷഅബാനിലെ നിങ്ങൾ എന്താക്കറും ചെറിയ ചെറിയ രൂപത്തിൽ നിങ്ങൾ നോമ്പെടുത്തിട്ട് പ്രിപ്പയർ ആവറും. രണ്ടാമത്തത് ഒർക്കലെ റമളാൻ തിങ്കൾ എൻറ്റർ ആയ സത്തിಗೆ ഒർക്കലെ ചമ്മ ഖുർആൻ ഓതരെ ചൊല്ലത് എന്തിനാ ഇട്ടിക്കൂ നിങ്ങൾക്ക് ചിലപ്പോൾ ഭംഗാവും. അപ്പൊ ചില ആൾമാർ 1 പേജ് 2 പേജ് 3 പേജ് എല്ലാം ആക്കിറാർ. അപ്പൊ റമളാൻ തീരുമ്പത്തേക്ക് ചിലപ്പോൾ ഒരു ഹത്തമ തീരും, ചിലപ്പോൾ തീരാണ്ടിക്കും. അപ്പൊ നിങ്ങൾ ഷഅബാനിലേ തുടങ്ങിയിട്ടായെങ്കിൽ റമളാൻ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താവරු യാറെ നിങ്ങൾക്ക് ഓതുകാവරු. ജാവത്തെ നിസ്കാര ഒർക്കലെ റമളാൻ എത്തിയ സത്തിക്ക് റമളാനിൽ ഒന്നിൽ പിന്നെ ഒർക്കലെ നിങ്ങൾക്ക് എണിക്കരുത്, ചിലപ്പോൾ ഭംഗാവും. അപ്പൊ നിങ്ങൾ ഷഅബാനിൽ എന്തിനാക്കോറും അത് നിങ്ങൾ സ്റ്റാർട്ട് ആക്കറു. അയാൾ ചൊല്ലു നോമ്പും ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആന്റെ ഖിറാഅത്തും ഇതെല്ലാം നിങ്ങൾ എന്താക്കറു നിങ്ങൾ ഷഅബാനിലെ നിങ്ങൾ സ്റ്റാർട്ട് ആക്കറു. എന്തിനേക്ക് ലിയഹ്സുല തഅഹഉബു ലിതലഖി റമളാൻ, റമളാൻ തിങ്കളെ നിങ്ങൾ സ്വീകരിക്കുക വേണ്ടിയിട്ട്. അപ്പൊ നോക്കൊരു ചില ആൾമാരെ വിചാരിക്കരുത് റമളാൻ തിങ്കൾ ബന്ന സത്തിക്ക് ചില ആൾമാർ മനസ്സിലുള്ള പ്ലാൻ ആക്കിയിട്ടിക്കറാർ. എന്തേ റമളാൻ ബന്നെങ്കിൽ നക്ക് നല്ലാവും, ഈ റമളാൻ ഇൻഷാ അല്ലാഹ് നക്ക് നല്ലാവും, എല്ലാം തപ്പല്ല ദൂരെ നിന്നിട്ട് ജമാഅത്ത് നിസ്കാരെല്ലാം ശ്രദ്ധിച്ചിട്ട് ഹറാമിൽ നിന്നിട്ടുള്ള ബുട്ട് നിന്നിട്ട് എല്ലാ നാളും ഖുർആൻ ഓതിട്ട് അത് നല്ല ഒരു ചിന്തന ഇട്ടിക്കറ, അതിൽ തപ്പെന്തുമില്ല. അയെങ്കിലും നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു തൂബ ലിമൻ അസ്ലഹ ഖൽബഹു ഖബ്ല റമളാൻ. തൂബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വെൽക്കം ആക്കർ. തൂബ ചൊന്നെങ്കിൽ അത് സ്വർഗത്തിൽ ഒരു മറ ഇട്ടിക്കറിണ്ടായിട്ടിക്കർ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആ സ്വർഗത്തെ മറ ഉണ്ട് ആർക്ക്? ലിമൻ അസ്ലഹ ഖൽബഹു ഖബ്ല റമളാൻ, റമളാനിൽ ഒരാൾ കൽബ് ക്ലിയർ ആക്കിയവനുകുണ്ടല്ല, റമളാൻ എത്തുറയ്ക്ക് മുന്നലും അവന്റെ കൽബ് ആര് ക്ലിയർ ആക്കിയാണ് അവനുക്ക് അള്ളാഹുര ഭാഗത്തുള്ള ആ പ്രത്യേകമായ ഒരു വെൽക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കണം. അപ്പൊ റമളാനുക്ക് മുന്നലേ ഞങ്ങൾ എന്താവണം? ഞങ്ങൾ പ്രിപ്പയർ ആവണം. റമളാനുക്ക് എത്തിയിട്ട് നല്ല അവരുണ്ടല്ലോ, റമളാനുക്ക് മുന്നലും ഞങ്ങൾ റെഡി ആവണം. മൂന്നാമത്തെ വിഷയം നോക്കൊരു സഹോദരന്മാരെ, എന്തുകൊണ്ടിട്ട് റമളാനുക്ക് മുന്നലും ഞങ്ങൾ നല്ലവണം. ഇതൊക്കെ മുന്നലുള്ള ക്ലാസ്സിലെല്ലാം ഞങ്ങൾ വിശദീകരിച്ചിട്ടുന്ന മനസ്സിൽ തപ്പാക്കിയ ആൾമാർ ആ തപ്പുരെ പിന്നെ കര മനസ്സിൽ ഇന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഇബാദത്താക്കുകാവില്ല അല്ല. അപ്പൊ റമളാനുക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ആക്കിയ തപ്പുകൊണ്ടും ഞങ്ങൾ തൗബാക്കിട്ടില്ല, ആക്കിയ തപ്പെല്ലാം ഞങ്ങളെ മനസ്സിലുണ്ട്, ഞങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കിയിട്ടില്ല, ഞങ്ങൾ തൗബാക്കിട്ടില്ല, ഇബാദത്തിൽ ഞങ്ങൾ മുട്ടായിട്ടില്ല, അള്ളാഹുമായിട്ട് ഞങ്ങൾ മുട്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം റമളാന്റെ ഇബാദത്താക്കുക സാധ്യമില്ല. റമളാനുക്ക് എൻറ്റർ ആയ ഒരു കൊസിൽ 1-2 ആൾമാർ 1-2 നാൾ എന്താവും ഭാര്യ നിസ്കാരവും തറാവീഹും ഖുർആനോത്തും എല്ലാം ചന്ത പോവും. പിന്നെന്താ